ഹലോ, ഗുഡ് മോർണിംഗ്. രതീഷ് പരപ്പനങ്ങാടി. പിന്നെ നമ്മളെ കൊടപ്പാളി അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന യാത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. മഴ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ഡ്രെയിനേജ് ഉണ്ട് ഈ അരുവിൽ കേട്ടോ. ഈ ഡ്രെയിനേജ് നമ്മൾ ശ്രദ്ധപ്പെടില്ല. ഈ ബൈക്കായിട്ട് വരുന്നൊരു സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ റോഡും ഡ്രെയിനേജും തമ്മിൽ മാറിപ്പോവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതിൽ വരുന്ന ആളുകൾ കേട്ടോ. ഒരുപാട് യാത്രക്കാർ ഇപ്പോൾ റോഡ് ഇതിലായതുകൊണ്ട് ഇതിൽ പോകുന്നുണ്ട്. ബൈക്കൊക്കെ സ്പീഡിലാവും പോവുക. അപ്പോൾ നല്ല ആഴമുള്ള ഡ്രെയിനേജാണ്. നല്ല ആഴം എന്ന് പറഞ്ഞാൽ നല്ല ആഴമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കാം. പിന്നെ കൊടപ്പാളി ഗ്രൗണ്ടാണ്, നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇന്ന് ഭയങ്കര മഴയാണ്. വെള്ളം ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ്. ഇതിൽ യാത്ര കഴിയുന്നത് ഒഴിവാക്കാം. നടന്നു പോകുന്ന ലേഡീസൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. നല്ല വെള്ളമുണ്ട്. ഇതിപ്പോൾ ഇവിടെ പുതിയ ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇത് അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഡ്രെയിനേജിനേക്കാളും ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ പോയി കിട്ടുമോ, ഇതിൻ്റെ ബാക്കി എന്താണ് വർക്ക് എന്നൊന്നും അറിയില്ല. അറിയുന്നവരൊന്ന് പറയാം. പിന്നെ നമ്മളെ പഴയ ട്രാൻസ്ഫോമർ അതേപടി ഇവിടെ ഉണ്ട്. ഇപ്പോഴും എന്തൊക്കെ ഒച്ചയും സൗണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. വളവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഏതെങ്കിലും വണ്ടികൾ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് സ്പാർക്ക്, ഈ ഭാഗത്തേക്കുള്ള കറണ്ട് കംപ്ലീറ്റ് നഷ്ടപ്പെടും. ഇത് കണ്ടോ, ഇപ്പോഴും വീണിലാർന്ന ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആ മരം പ്രത്യേകിച്ച് നിങ്ങളോട് ആരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ. മരം കണ്ടില്ല, ഇത് അന്നത്തെ അപകട മരം ഇപ്പോഴും നിൽക്കുകയാണ്. ഈ മഴയത്തൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് ആളുകൾ വരുമ്പോൾ. കാണൂല അപ്പുറത്തു നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ. നമ്മളെ ബാബ്സി, അതേപോലെ തന്നെ അല്ലിപ്പരപ്പനങ്ങാടി, അങ്ങനെ ഒരുപാട് ബ്ലോഗേഴ്സും പത്രത്തിൽ, നമ്മുടെ സുചിത്രേട്ടൻ്റെ പത്രത്തിൽ, കേരള കൗമുദിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രെയിനേജിൻ്റെ വർക്കിനെ പറ്റി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ട്രാൻസ്ഫോമർ ആ ടൈമിൽ വർക്ക് നടക്കുകയാണെങ്കിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത്രയും നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ കൊടപ്പാളി ഭാഗത്തു കൂടെ വരുന്ന ആളുകളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, വളരെയധികം ശ്രദ്ധിക്കുക. അത് ഓപാലത്തിൻ്റെ ഈ ഭാഗമാണ് കിടക്കുന്നത്. ഇവിടുന്ന് ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ട്. അണ്ടർ ബ്രിഡ്ജിൻ്റെ ഓപ്പോസിറ്റാണ്, റോഡിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ഇത്രയും വെള്ളം നിൽക്കുന്നത്. ഇതുണ്ടോ, ആളുകൾ റെയിലിലൊന്നും കയറി പോകാതെ ഇരിക്കുക. അപ്പോൾ എഴുന്നതും ഇതിലെ യാത്ര ഒഴിവാക്കാം. ഈ ഓവർ ബ്രിഡ്ജ് കയറി റെയിൽ കയറി ഇറങ്ങുമ്പോൾ വഴുക്കലും പിന്നെ ട്രെയിൻ വന്നാലൊന്നും അറിയില്ല. ഒരിക്കലും അതിൽ പോകാതെ മാക്സിമം നോക്കുക. വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ, ഇതിനടിയിൽ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിലത്തെ വെള്ളമാണ് ഇപ്പോൾ ഇത്രയും കാണുന്നത്. ഇത്ര വെള്ളമുണ്ട്, നല്ല ആഴത്തിലുള്ള വെള്ളമാണ്. ഒരാൾക്ക് നടന്നു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെറ്റിപ്പടി വഴിയോ അല്ലെങ്കിൽ നമ്മളെ പരപ്പനങ്ങാടി അഞ്ചുപ്ര വഴിയോ യാത്രക്കാർ യാത്ര അതിലാക്കുക മാക്സിമം. ഇതിലെ കഴിയുന്നു യാത്ര ഒഴിവാക്കുക. അതാണ് ഞാൻ വീണ്ടും റിപ്പീറ്റേഷൻ തരുന്നത്. പിന്നെ നമ്മുടെ ഈ റെയിലിൻ്റെ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയത്തെ ഓപാലൊക്കെ ഒരു ചെറിയ വിള്ളലുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, അതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞു തരാൻ അറിയില്ല. സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഒരു വിള്ളൽ കണ്ടപ്പോൾ ഞാൻ എടുത്ത് വിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിലെ കഴിയണം യാത്ര ഒഴിവാക്കുക. അതെനിക്ക് വീണ്ടും പറയാനുള്ളത്. ഇനിയിപ്പോൾ മഴ ഇതുവരെ നിന്നിട്ടില്ല, നല്ല അതിശക്തമായ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും വെള്ളം പൊന്താനാണ് ചാൻസ്. അപ്പോൾ ബൈക്കുകാർ വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രെയിനേജ് ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അരു പിടിച്ച് പോവാതെ നോക്കുക. അഥവാ വരികയാണെങ്കിൽ തന്നെ അരു പിടിക്കാതെ നോക്കുക. ഈ ഡ്രെയിനേജ് കണ്ട, റോഡും ഡ്രെയിനേജും കൂടെയുള്ള ഭാഗം നമ്മൾ കാണുന്നില്ല. ഇനിയിപ്പോൾ അവിടം വരെ കവറാവും വെള്ളം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ തീരെ മനസ്സിലാവില്ല. അവിടെ അറിയാത്തൊരു പുതിയൊരാൾ വരികയാണ്. ചെറ്റിപ്പടി അധിക ടൈമിലും ഗേറ്റ് അടച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. പുതിയൊരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചിലപ്പോൾ ഡ്രെയിനേജിലേക്കാവും പോകും. വീണ് കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാവും, നല്ല ആഴമുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഞാൻ എല്ലാ വർഷവും എല്ലാ ടൈമിലും, ഈ വർഷം തന്നെ 1, 2, 3 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എന്തെങ്കിലും വഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡ്രെയിനേജിൻ്റെ വർക്ക് പെട്ടെന്ന് തീർത്തിട്ട് വെള്ളം ഇവിടുന്ന് വെള്ളക്കെട്ടൊന്ന് ഒഴിവാക്കി തരാം. അപ്പോൾ ജനങ്ങൾക്ക് നല്ലൊരു ആശ്വാസവും. യാത്രാ സൗകര്യം ഇതന്നെ ഉള്ളൂ. നമ്മളെ പിഷാരിക്കൽ മൂകാംബിക ക്ഷേത്രത്തിന് അവിടെ നിന്നുള്ള യാത്രക്കാർക്ക് മൊത്തത്തിൽ, അതേപോലെ കുന്നുംപുറം ഏരിയ നിന്നൊക്കെ എല്ലാവർക്കും ഷോർട്ട് കട്ട് മെയിൻ റോഡിലേക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പോകുന്നത്. മറ്റേത് അവരൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങനെ പോകണം, ചെറ്റിപ്പടി വഴിയോ അല്ലെങ്കിൽ പരപ്പനങ്ങാടി വഴിയോ. വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് പോകാൻ കഴിയില്ല. അത്രയും ബുദ്ധിമുട്ടാണ്, അത്രയും ബുദ്ധിമുട്ടാണ്. നമ്മൾ വീഡിയോ കാണുക, അഭിപ്രായങ്ങളൊന്ന് പറയുക. ഇതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയണം. ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇന്നത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇതിൽ വരുന്നവരൊക്കെ ഒന്ന് വേറെ വഴിക്ക് പോയിക്കോളും. നമ്മളെ കൊടപ്പാളി ഭാഗത്തുള്ളവർ ഷെയർ ചെയ്യുക. താങ്ക് യു.